ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ തമ്പനയിൽ പറഞ്ഞേക്കുന്ന എന്താണ്? ഇതൊക്കെ ചെയ്യാൻ നല്ല ധൈര്യം വേണം. എന്ത് ചെയ്യാൻ ധൈര്യം വേണമെന്ന് നിങ്ങൾ ചോദിക്കും. അപ്പൊ അത് ചോദിക്കുന്ന ആ ധൈര്യത്തിന്റെ കാരണം നിങ്ങൾക്ക് കാണണമല്ലോ. സോ അതും കൂടെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് വരുന്നത്. നമ്മുടെ മാർക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ നിഫ്റ്റി ഒരു റേഞ്ച് ഒക്കെ പൊട്ടാനുള്ള ഒരു ശ്രമം നടത്തി. ആ റേഞ്ച് ഒന്നും പൊട്ടാതെ കുറേ നാൾ കിടന്ന് കളിച്ചതിന് ശേഷം ഇന്ന് ആദ്യമായിട്ടാണ് അവ 25,100 മുകളിൽ സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഫ്യൂച്ചർ 25,200 കടന്നുകൊണ്ട് ഫ്യൂച്ചറാണ് കുറച്ച് ദിവസമായിട്ട് ആ ഒരു റേഞ്ച് പൊട്ടാതെ കാത്തിരുന്നത്. സോ അതുകൊണ്ടാണ് 25,200 കടന്നു എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു തമിഴിൽ ഞാൻ വച്ചത്. സോ നിഫ്റ്റി കഴിഞ്ഞ 2 ദിവസത്തെ ഒരു ബാലൻസ് പ്രൊഫൈൽ, ബുധനാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും ബാലൻസ് പ്രൊഫൈലിൽ നിന്ന് ഒരു കര കയറിക്കൊണ്ട് ഒരു 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 കിഡിലം ഒരു മൂവ്മെന്റ് തന്നു. ഒരു ചെറിയൊരു അപ്വേർഡ് ജേണി, 102 പോയിന്റോളം അപ്വേർഡ് ജേണി തന്ന ദിവസമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്നലെ കടന്നു പോയത്. സോ നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ആ ഒരു നല്ല ധൈര്യം വേണം ഇത് ചെയ്യാനെന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിഫ്റ്റിയുടെ 27,000 നിഫ്റ്റിയുടെ നമ്മുടെ മന്ത്ലി പുട്ട്, ഡിസംബർ മാസത്തെ മന്ത്ലി പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ അത് ഏകദേശം ക്ലോസ് ചെയ്യിക്കുന്ന 1478 ഭാഗത്താണ് അത് കൃത്യമായി ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മാർക്കറ്റിന്റെ സ്പോട്ട് മാർക്കറ്റ് നിൽക്കുന്ന 25,107. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 27,000 മൈനസ് 25,100 എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 1,900 രൂപയാണ് ഈ പുട്ടിന്റെ ഡീപ്പ് ഇൻ ദ മണി പുട്ടിന്റെ പ്രൈസ് വരേണ്ടത്. ആ പ്രൈസ് പ്ലസ് അതിന്റെ കൂടെ നിങ്ങൾ ഒരു 200 പോയിന്റ് നിഫ്റ്റി തീരാൻ വേണ്ടി ഇനി എത്രയാണ്? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 4 മാസം, കൃത്യമായി പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറഞ്ഞാൽ 3 മാസം കൂടെ നിങ്ങൾ കൂട്ടി ആ 3 മാസത്തിൽ നമ്മൾ 200 രൂപ ഒരു ടൈം വാല്യൂ നമ്മൾ കൂട്ടിയാൽ കൂടെ ഏകദേശം വരേണ്ട 2,100 രൂപയാണ് നിഫ്റ്റിക്ക് വരേണ്ടത്. ആ ഒരു 27,000 ഡിസംബർ മാസത്തെ പുട്ടിന് വരേണ്ടത്. ആ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന പ്രൈസ് 1,478 ആണ്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഈ ഒരു പുട്ടിൽ ഏകദേശം പറഞ്ഞാൽ 2,000 ഭാഗം തൊട്ട് കണ്ടിന്യൂസ് ഒരു ഹെവി റൈറ്റിംഗിലാണ്, സെല്ലിംഗ് ചെയ്താണ് ഈ പുട്ടിനെ ഇറക്കി താഴേക്ക് കൊണ്ടുവരുന്നത്. സോ ആ കൊണ്ടുവരുന്ന ഒരാളിന്റെ ധൈര്യം എന്തായിരിക്കുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ തമ്പനയിൽ വെച്ചേക്കുന്നതാണ് ഇത് ചെയ്യാൻ ഇത്ര നല്ല ധൈര്യം വേണമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇത് രണ്ട് തരത്തിൽ നമ്മുടെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒന്ന്, 27,000 പുട്ട് റൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് നമ്മുടെ ബീഹാറിന്റെ ഇലക്ഷൻ ഒക്കെ വരുന്ന സമയമാണ്, ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വരുന്ന സമയമാണ്. അപ്പം 27,000 നിഫ്റ്റി എത്തുമെന്ന് കൃത്യമായിട്ടൊരു ഇൻസൈഡർ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് റൈറ്റ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരുന്ന ഒരാളാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല, ഇത് നമ്മുടെ കറണ്ട് മന്തിലെയും നെക്സ്റ്റ് മന്തിലേക്ക് പുട്ടിനൊക്കെ വളരെ ചീപ്പ് പ്രീമിയം ആയതുകൊണ്ട് കുറച്ചും കൂടെ പ്രൈസ് ഉള്ള പ്രീമിയം 27,000 ഡിസംബർ മാസം കിടപ്പുള്ളതുകൊണ്ട് ആ ഭാഗത്ത് റൈറ്റ് ചെയ്യുന്നവരുടെ കോൺഫിഡൻസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ അടിച്ചു വരികയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ഒരു ഹെവി ഫോളിലെ ഒരു ഹെവി ഫോൾ മാർക്കറ്റ് തരാനും, അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ 23,400 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇല്ല, അങ്ങനെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇൻസൈഡർ ന്യൂസ് പ്രകാരമാണ് ഈ ഒരു ടീം റൈറ്റ് ചെയ്ത പൊസിഷൻ ആണെങ്കിൽ 27,000 നിഫ്റ്റി ഡിസംബറിൽ മാസത്തിൽ എത്താനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റൈറ്റ് ചെയ്ത ആളുടെ പാനിക്ക് എന്ന് 1,756 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയക്ക് മുകളിൽ അവൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയറുടെ കപ്പാസിറ്റി നമുക്ക് നോക്കാൻ പറ്റും. ഒന്നുകിൽ നമുക്കൊരു ഹെവി ഡൗൺവേർഡ് ഫാളും, ഇല്ല എങ്കിൽ സ്ലോലി നമ്മുടെ മാർക്കറ്റ് 27,000 വരെ ഡിസംബർ മാസം എത്താനുള്ള ചാൻസും വളരെയധികം കൂടുതലായിരിക്കും. എൻ്റെ ഒരു ഡീപ്പ് ഇൻ ദ മണി വളരെ ഫാർ മന്തിന്റെ ഒരു ഓപ്ഷന്റെ ഒരു പ്രൈസ് വെച്ചാണ് ഞാൻ ഈ ഒരു കാൽക്കുലേഷൻ പറയുന്നത്. സോ നിങ്ങൾ ഈ 27,000 ഡിസംബർ മാസത്തെ പുട്ട് നിങ്ങളെ മനസ്സിൽ ഒന്ന് മാറ്റി വെച്ചേക്കുക. ഈ ഒരു ഫിഗറും മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ വാച്ച് ചെയ്ത് 1,720-50 എന്ന് പറഞ്ഞ ഈ റേഞ്ചും കൂടെ ഒന്ന് മാറ്റി വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാർക്കറ്റ് ഇനിയും താഴേക്ക് ഇറങ്ങാനും, ഇല്ല ഈ ഒരു സെല്ലിംഗ് തന്നെ ഈ ഒരു പുട്ട് ഓപ്ഷനിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇനി താഴേക്ക് ഇറങ്ങുന്നതിന് പകരം ഈ 27,000 എന്ന് പറഞ്ഞ ഫിഗറിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 26,000 മുകളിലൂടെ വരാനുള്ള ചാൻസ് ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും. ഇതൊരു ഓവറാൾ വ്യൂ ആണ്. ഇത് വെച്ച് നിങ്ങൾ ക്ലബ് ചെയ്ത് നോക്കണം. നിങ്ങളൊരു ഓവറാൾ വ്യൂ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രാഡേ വ്യൂവിൽ സ്കാൽപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കേണ്ട നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. ഈ മെനിങ്ങാന്ന് സംഭവിച്ച വെള്ളിയാഴ്ച 27,000
ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. നമ്മുടെ POC വന്നിരിക്കുന്ന 25,116 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ POCകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലെവൽ നമ്മുടെ ട്രേഡിങ്ങിന്റെ ഓരോ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കാം. സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു 25,116 ഭാഗത്താണ് നമ്മുടെ മാർക്കറ്റ് POC നിൽക്കുന്നത്. നമ്മൾ ഏകദേശം ക്ലോസ് ചെയ്ത പ്രൈസ് 25,107 ഭാഗത്തേക്കാണ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ POC മാർക്ക് ചെയ്യാം. 25,116 നിഫ്റ്റിയുടെ POC ഇടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ POC ഒന്ന് മാർക്ക് ചെയ്യാം. 25,116 ഭാഗത്തേക്കാണ് POC. നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നത്. ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് വന്നു, തിരിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു, ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ തിരിച്ച് കയറിപ്പോയ ദിവസമായിരുന്നു. അപ്പം ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം, ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 21 ഓഗസ്റ്റ് നമ്മൾ അടിച്ചിറങ്ങി താഴേക്ക് വന്ന ആ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക്. ഇനി ഞാൻ ബൈങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നെങ്കിൽ 25,136 മുകളിൽ മാത്രമേ ഒരു സ്പോട്ടിൽ ഇനി നിങ്ങൾക്ക് ഒരു ബൈയൊക്കെ, അപ്പൊ 25,136 മുകളിൽ മാത്രമേ സ്പോട്ടിൽ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് എങ്ങോട്ട് പോകും, ഏതൊക്കെ ലെവലിലേക്ക് പോകും, അത് നമുക്ക് നോക്കണമല്ലോ. ഫസ്റ്റ് അവൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ 25,184 ഭാഗത്തേക്ക് ഇവിടുന്ന് ആണ് മാർക്കറ്റ് കഴിഞ്ഞ എന്താണ് ഏത് ദിവസം BP റിവേഴ്സ് വന്ന 24th ജൂലൈയുടെ ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ 25,184 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അപ്പൊ ആദ്യം 136 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,184 ഭാഗത്തേക്ക് സ്പോട്ട് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിന് മുകളിൽ അടുത്ത നിൽക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകാനും, അടുത്ത വരുന്ന കൃത്യമായി പറയുകയാണെങ്കിൽ അടുത്തത് 25,240 ഭാഗത്തേക്ക്, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,240 ഭാഗത്തേക്കും പോകും. 25,240 ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ 25,240 പൊട്ടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഹെവി റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ ഈ 11th ജൂലൈക്ക് അടിച്ചിറങ്ങിയ ഒരു പ്രൊഫൈൽ ഉണ്ട്. ആ ഒരു പ്രൊഫൈലിലെ സിംഗിൾ പ്രിന്റ് ആണ് ഇപ്പോഴും കൃത്യമായി 240 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രിന്റ് ഇപ്പോഴും ഹെവി ആയിട്ട് സെല്ലിംഗ് ഉണ്ട്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ തിരിച്ച് 25,300 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് കടമ്പയുടെ ഭാഗത്തേക്ക് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 25,136 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന 25,184 25,240 ഭാഗത്തേക്കും വരാം. ഈ 25,240 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 11th ജൂലൈയുടെ ഒരു സെല്ലിംഗ് വന്ന ഒരു ഏരിയയാണ്. സോ അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു 25,240 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഈ 25,300 വരെ പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഒരു സെല്ലിങ്ങിന്റെ ഒരു പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 25,040 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം 25,040 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ തിരിച്ച് വീണ്ടും പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ രീതിയിൽ താഴേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇപ്പോൾ 25,240 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാ, ഫസ്റ്റ് നമ്മുടെ ഈ 2 ദിവസം ബുധനും വ്യാഴാഴ്ചത്തെ കമ്പൈൻഡ് പ്രൊഫൈലിന്റെ POC ആയ 24,988 ഭാഗത്തേക്ക് വരാം. 24,988 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു മീൻ റിവേർഷൻ ഉണ്ട്. ആ ഭാഗത്തേക്കുള്ള POCയുടെ ഭാഗത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിന് താഴെ അടുത്ത വരുന്ന എന്താണ് 25,988 കട്ടിക്കഴിഞ്ഞാൽ അടുത്ത 25,930 അല്ലെങ്കിൽ 930യുടെ ഭാഗത്തേക്ക് 24,930 ഭാഗത്തേക്ക് വരാനും, തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പം അടുത്തത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കൃത്യമായ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ 24,880 എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് 24,880 എന്ന് പറഞ്ഞ ആ ഒരു ഗ്യാപ്പിന്റെ ഭാഗത്തേക്ക് വന്ന് ആ ഒരു ഗ്യാപ്പിന്റെ ഒരു ഫില്ലിങ് നടത്താനുള്ള ചാൻസും വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ 25,040 പൊട്ടുകയാണെങ്കിൽ 24,988, 24,930, 24,880 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയിലെ ഒരു ലെവൽ. നമുക്കിനി നോക്കേണ്ടത് മിഡ് ക്യാപ്പ് നിഫ്റ്റി. സോ മിഡ് ക്യാപ്പ് നിഫ്റ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു വലിയൊരു മൂവ്മെന്റ് ഒന്നുമില്ല. പക്ക ഈ 2 ദിവസത്തെ ബാലൻസിന് ശേഷം വീണ്ടും അവൻ കണ്ടിന്യൂസ് ഒരു ബാലൻസും കൂടെ വീണ്ടും ഇവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ബാലൻസിന് അഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുന്നു, വീണ്ടും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ബാലൻസിന് അഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പം കൃത്യമായിട്ട് നടക്കണം. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ 13,100 എന്നൊരു ഇമ്പോർട്ടൻ്റ് ഏരിയയുടെ ഭാഗത്ത് നിൽക്കുക. നമ്മൾ ആ 13,100 എന്ന് പറയുമ്പോൾ ഏതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാൽ
നമ്മുടെ 24th ജൂലൈയുടെ ഇമ്പോർട്ടൻറ്റ് സെല്ലിംഗ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഹെവി ഒരു സെല്ലിംഗ് വന്നിട്ടുണ്ട്. അവിടുന്നാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി 12,450 വന്നു. സോ ആ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് നിൽക്കുന്നത്. സോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13,130 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 13,160 വരുന്ന ഈ ഒരു പ്രൊഫൈലിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിഫ്റ്റി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 13,100 എന്ന് പറഞ്ഞ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യാനും അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന രീതിയിൽ എങ്ങോട്ട് പോവാം, ഫസ്റ്റ് ടാർഗറ്റ് എന്ന 13,160 ഭാഗത്തേക്ക് പോകാനും, സെക്കൻഡ് എന്ന് പറയുമ്പോൾ അടുത്ത എങ്ങോട്ടാണ് നമ്മളെ സംബന്ധിച്ച് സെക്കൻഡ് വരുന്നത് ഈ ഒരു ഏരിയ 13,212. സെക്കൻഡ് നമ്മൾ എത്രയാണ് 13,212 വരെ 13,212 ഭാഗത്തേക്ക് വരാനും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് 13,260 ഭാഗത്തേക്ക് എത്രയാണ് 13,260 ഭാഗത്തേക്ക് 13,260 ഭാഗത്തേക്ക് മിഡ് ക്യാപ്പിന്റെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ എന്നെ സംബന്ധിച്ചുള്ള മാർക്കറ്റിൽ അപ്പോഴ് ലെവൽ എന്ന് പറയുന്നത് 13,100 മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ 13,160, 13,212, 13,260 എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി നമ്മുടെ മിഡ് ക്യാപ്പിന്റെ ഇപ്പോഴത്തെ പി ഒ സി നിൽക്കുന്നത് എത്രയാണ്? മിഡ് ക്യാപ്പിന്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ 13,084 ഭാഗത്താണ് മിഡ് ക്യാപ്പിന്റെ പി ഒ സി നിൽക്കുന്നത്. അപ്പൊ ഞാൻ പി ഒ സി മാർക്ക് ചെയ്യാം. കാരണം മിഡ് ക്യാപ്പ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു മൂവ്മെന്റ് തന്നില്ല, ആ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുകയായിരുന്നു. സോ 13,084 മിഡ് ക്യാപ്പിന്റെ പി ഒ സി വരുന്നത്. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 13,050 ഞാൻ പൊട്ടുകയാണെങ്കിൽ സെല്ലിംഗ് എടുക്കും. 13,050 മിഡ് ക്യാപ്പ് പൊട്ടുകയാണെങ്കിൽ താഴേക്ക് വരാനുള്ള ഒരു ചാൻസ് കുറച്ച് കൂടുതലാണ്. അതാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,000 ഭാഗത്ത് S1 എന്ന് പറയുമ്പോൾ 13,000 ഭാഗത്തേക്ക് വരാനും, S2 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് സോൺ ആയ കൃത്യമായിട്ട് പറഞ്ഞാൽ 12,950, സെക്കൻഡ് ടാർഗറ്റ് 12,950, 12,950 ഭാഗത്തേക്ക് വരാനും, തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവഞ്ച്വലി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ 12,860 എന്ന് പറഞ്ഞ പി ഒ സി. ഇപ്പൊ തേർഡ് ടാർഗറ്റ് കുറച്ച് 110 പോയിന്റ് താഴെയാണ്. 12,860 ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസും വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് താഴേക്ക് ബെയറിഷ് റെഫറൻസ് പൊട്ടി വരികയാണെങ്കിൽ ഒരു ഹെവി സെൽ ഓഫ് വന്ന് താഴേക്ക് വന്ന് 13,000, 12,950 അതും പൊട്ടുകയാണെങ്കിൽ 12,860 എന്ന് പറഞ്ഞ ആ ഒരു നമ്മുടെ ഏത് പ്രൊഫൈലിന്റെ ഈ 2 ദിവസം ബുധനും വ്യാഴത്തെ ഇപ്പൊ കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും മെർജ്ഡ് പ്രൊഫൈൽ ബാലൻസിന്റെ പി ഒ സി പൊട്ടിക്ക് താഴെ വരികയാണെങ്കിൽ അതിന് മുമ്പത്തുള്ള മൺഡേ 8-ന്റെയും ആ ഒരു 9-ന്റെയും തിങ്കൾ ചൊവ്വയുടെ മെർജ്ഡ് പി ഒ സിയുടെ ഭാഗം 12,860 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു എന്തുവാണ് ഒരു പക്ക ഒരു റേഞ്ച് ഒക്കെ എസ്റ്റാബ്ലിഷ് ആശാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് വലിയൊരു ഡേറ്റ ഒന്നുമില്ല, പ്യൂർലി ഒരു നോർമൽ ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. ലാർജർ ഐ ബി ആയിരുന്നു നോർമൽ ഡേ സ്ട്രക്ചർ, ലാർജ് ഐ ബി ആയിരുന്നു നോർമൽ ഡേ ആയിരുന്നു സ്ട്രക്ചർ. അവൻ ആ ഒരു റേഞ്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നല്ലാതെ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ഒരു വലിയൊരു നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെയൊക്കെ ആ റേഞ്ച് ഉണ്ടാക്കി ആ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി. സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ആ റേഞ്ച് അവൻ പൊട്ടാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെയില്ല. ആ റേഞ്ച് പൊട്ടുന്നതിനെ കുറിച്ച് ഒരു ചിന്തയും ബാങ്ക് നിഫ്റ്റിക്ക് ഇല്ല. എന്നാൽ അവൻ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ഒരു ലെവൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ആശം കൃത്യമായിട്ട് ബാങ്ക് നിഫ്റ്റി പൊക്കോണ്ടിരിക്കുന്നു. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പി ഒ സി വന്നിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത് 54,788 ഭാഗത്താണ് പി ഒ സി. ഇപ്പൊ ഞാൻ ആ പി ഒ സി ആദ്യം മാർക്ക് ചെയ്യാം. 54,788 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. നമ്മൾ അതിന്റെ തൊട്ട് മുകളിലാണ് കൃത്യമായി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 54,860 മുകളിൽ മാത്രമേ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ നമുക്കൊരു ബുള്ളിഷ് മൊമെന്റം തരാം. എങ്ങനെയായിരിക്കും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇവൻ നമുക്ക് പഴയ കുറെ ലെവൽസ് ഉണ്ട്. ഈ ഒരു ലെവൽ നിങ്ങൾക്ക് അറിയാലോ, 26 ഓഗസ്റ്റിന് നമ്മൾ അടിച്ചിറങ്ങി ആ ഒരു ലെവൽ 54 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് റൗണ്ട് നമ്പർ ആയ 55,000 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 55,000 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ബാങ്ക് നിഫ്റ്റിയുടെ ചാൻസ് കൂടുതലാണ്. ഇനി 55,000 മുകളിൽ നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 55,114 എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പി ഒ സി 55,191 എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പത്തെ പി ഒ സി ഇന്നത്തെ പി ഒ സി ആണ് നമ്മുടെ 25 ഓഗസ്റ്റിന്റെ പി ഒ സി 55,191 ഭാഗത്തേക്ക് വരാം.
അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോവാം? R3 അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 55,331 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി 55,000 കട്ട് ചെയ്യണമെങ്കിൽ പഴയ കുറെ പ്രീവിയസുകൾ എടുക്കാനുള്ള ഒരു ഓട്ടം ബാങ്ക് നിഫ്റ്റി നടത്തും. അങ്ങനെ 55,000, 55,191, 55,331 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാം. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 54,600 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി സെല്ലിങ്ങിൽ എടുക്കാം. 54,600 പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആ സെല്ലിങ് എങ്ങോട്ട് പോകാം? ഫസ്റ്റ് ടാർഗറ്റ് 54,496 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,336 ഭാഗത്തേക്ക് വരാം. 54,336 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ POC 54,194 നമ്മൾ റേഞ്ച് മെർജർ പ്രൊഫൈലിന്റെ POC ആയ 54,196 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 54,600 പൊട്ടുകയാണെങ്കിൽ 54,196 വരെയുള്ള ഒരു ജേണി ബാങ്ക് നിഫ്റ്റി തരാനുള്ള ചാൻസ് കൂടുതലാണ്. 54,860 പൊട്ടുകയാണെങ്കിൽ 55,000 വരും. ഈ 55,000 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 55,331 വരെ ബാങ്ക് നിഫ്റ്റിക്ക് പോവാം. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഞാൻ പറഞ്ഞു 25,240 നമ്മുടെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്പ്രീ. അവിടെ നിന്നാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി 24,500 400 വന്നത്. സോ ആ 25,240 കട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ബുള്ളിഷിന്റെ റാലി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. എല്ലാവരും ഈ വീഡിയോ കാണുക. എൻ്റെ ഈ മെന്ററിങ്ങിന്റെ ബാച്ച് സെപ്റ്റംബർ 15 തുടങ്ങാൻ പോകുന്നുണ്ട്. ഇതിൽ കുറെ പേര് ചോദിച്ചായിരുന്നു പണ്ട്. അപ്പൊ അവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. കുറച്ച് സീറ്റുകൾ മാത്രമേ ഇനിയുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിന്ന് സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ, ബൈ ബൈ.